കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ കേസെടുക്കുന്നതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. പോലീസ് എന്നത് മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സേവകരല്ല, ജനങ്ങളുടെ സേവകരാണ് പോലീസ്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പൗരന് അവകാശം ഇല്ലയെന്നും കോടതി ചോദിച്ചു. SDPI നേതാവ് നൽകിയ ഹർജിയിലാണ് കോടതി ഈ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ മുർദാബാദ്, അമിത്ഷാ മുർദാബാദ് എന്നിങ്ങനെ വിളിച്ചാൽ കേസെടുക്കാനാകില്ല. മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ നാടുകടത്തൽ നടപടി എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. നിരവധി തവണയായി ചോദ്യപേപ്പറുകളിലൂടെ ചോരുന്നു. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ കേസുകൾ ചുമത്തുന്നു. അതെന്താണ്? പൗരന്മാർക്ക് ഇവിടെ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്നും ബോംബെ ഹൈക്കോടതി വിമർശിച്ചു. ജസ്റ്റിസ് മാധവ് ജാംദാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് അഹമ്മദ് അബ്ദുൽ വാഹിദ് ചൗധരിയെ നാടുകടത്താനുള്ള മുംബൈ പോലീസിന്റെ നടപടി ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇത്തരമൊരു പോലീസ് നടപടിയെ എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് ജസ്റ്റിസ് മാധവ് ജാംദാർ ചോദിച്ചത്. SDPIയുടെ മുൻ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ ചൗധരിയെ മുംബൈയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒരു വർഷത്തേക്ക് പുറത്താക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിനെതിരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ നടപടി. ഇതിനെയാണ് ബോംബെ കോടതി ചോദ്യം ചെയ്തത്. ചൗധരിക്കെതിരെ നടപടികൾ ആരംഭിച്ചതിന് കോടതി പോലീസിനെ വിമർശിക്കുകയും ചെയ്തു. നേരത്തെ ചൗധരിയെ ഒരു വർഷത്തേക്ക് നഗരത്തിലും അയൽപ്രദേശങ്ങളിലും പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് മുംബൈ പോലീസ് ഉത്തരവിട്ടിരുന്നു. മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പാർട്ടി മാറട്ടെ, അത്തരം കേസുകളെല്ലാം മാറിപ്പോകും. രാജ്യത്തുടനീളം കുതിരക്കച്ചവടം നടക്കുന്നുണ്ട് എന്നും ഹൈക്കോടതി പറഞ്ഞു. നീറ്റ് പേപ്പർ ചോർച്ച പോലുള്ള വിഷയങ്ങളിൽ രാജ്യത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നും നിങ്ങൾ അവർക്കെതിരെയും ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുമോ എന്നും ബെഞ്ച് പോലീസിനോട് ചോദിച്ചു. സർക്കാരിന്റെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് തനിക്കെതിരായ FIRകൾ തുടച്ചു നീക്കാൻ ഹർജിക്കാരന് പാർട്ടി മാറിയാൽ മതിയായിരിക്കുമെന്നും ജസ്റ്റിസ് ജാംദാർ അഭിപ്രായപ്പെട്ടു. ചൗധരിക്കെതിരായ പോലീസ് നടപടി നിയമ സംവിധാനങ്ങളുടെ ദുരുപയോഗമാണെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ഉം 21ഉം ലംഘിക്കുന്നതാണെന്നും കോടതി വിധിച്ചു. ആർട്ടിക്കിൾ 14ഉം 21ഉം അനുസരിച്ച് പൗരന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ മാത്രമല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവുമുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ചൗധരിയെ നാടുകടത്തിക്കൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കില്ലെന്ന് വിലയിരുത്തി ബെഞ്ച് നടപടികൾ റദ്ദാക്കുകയായിരുന്നു. 2019 മുതൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെ ധർണകൾ, പ്രകടനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നതിൽ പങ്കാളിയായതാണ് ചൗധരിക്കെതിരായ നടപടികൾക്ക് കാരണമായത്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, വഖഫ് ഭേദഗതി ബിൽ എന്നിവയ്ക്കെതിരായ പ്രതിഷേധങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ചൗധരി ശക്തമായ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നും ആ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും പുറത്താക്കൽ ഉത്തരവിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് പുറപ്പെടുവിച്ച ഒരു പുറത്താക്കൽ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ചൗധരി ഈ വർഷം മാർച്ച് 27-ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. രാജ്യത്തിനെതിരായ മുദ്രാവാക്യം വിളികളും പ്രവർത്തനങ്ങളുമാണ് പോലീസ് കണ്ടെത്തേണ്ടത്. അത്തരക്കാരെയാണ് ഇവിടെ നിന്നും നാട് കടത്തേണ്ടത്. ഭരണകൂടത്തെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായ നേതാക്കളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ആരെങ്കിലും സർക്കാരിനെയോ മന്ത്രിമാരെയോ വിമർശിക്കുന്നത് കൊണ്ട് മാത്രം അവർ രാജ്യദ്രോഹികളായി മാറുന്നുമില്ല.